സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. കുട്ടികളിൽ നിന്ന് സ്വീകരിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങൾ മന്ത്രി GR അനിൽ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് ഇത്തവണ ഊട്ടുപുര ഒരുക്കിയിരിക്കുന്നത്. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, കുട്ടികൾ നൽകിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അത് മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നു. കലവറയും തുറന്നു അല്ലേ? ധന്യ, ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമാമകത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇവിടെ ഊട്ടുപുര തയ്യാറായിരിക്കുന്നത്. കലവറ നിറയ്ക്കൽ ചടങ്ങായിരുന്നു എന്നുള്ളത്. കുട്ടികളുടെ ജില്ലയിലെ 12 BRCകളിൽ നിന്നുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് ശേഖരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച് മന്ത്രി GR അനിൽ അത് ഏറ്റുവാങ്ങുകയായിരുന്നു. തുടർന്ന് എത്തിച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ അത്രയും ഈ കലവറയിൽ നിറയ്ക്കുന്ന ചടങ്ങ് തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ നിർവഹിച്ചു. വിവിധ ഭക്ഷണങ്ങൾ ഇവിടെ എത്തുന്ന 15,000 കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും കൂടെയുള്ള പരിശീലകൾക്കും അടക്കമുള്ള വലിയ ജനസഞ്ചയത്തിന് ഭക്ഷണം നൽകാനുള്ള അത്രയും സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കലവറ നിറഞ്ഞു കഴിഞ്ഞു. നാളെ വൈകുന്നേരം തൊട്ട് ഭക്ഷണ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ്. നാളത്തോടു കൂടി തന്നെ നാളെ രാവിലെയാണ് കലവറയുടെ പാല് കാച്ചൽ. പഴയിടം ത്തിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇത്തവണത്തെ ഭക്ഷണ വിതരണം അടക്കം. ഇപ്പോൾ ഇവിടെ നമുക്കൊപ്പം മന്ത്രിമാരുടെ ഒരു നിര തന്നെയുണ്ട്. സംഘാടക സമിതി ചെയർമാൻ GR അനിൽ ആണ് ഉള്ളത്. മിനിസ്റ്റർ ഭക്ഷ്യമന്ത്രിയാണ് കലവറയുടെ ഒരു ഉദ്ഘാടനം ആരംഭിച്ചത്. എന്ത് തോന്നുന്നു, എന്താണ്? അതെ, ആവശ്യമായ തയ്യാറെടുപ്പുകളാണ് സംഘാടക സമിതി ആലോചിച്ചത്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതിൻ്റെ സംഘാടനത്തിൽ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് അടക്കമുള്ള ഏകദേശം ഒരു 20,000-ൽ പരം ആളുകൾക്ക് ഭക്ഷണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഭക്ഷണ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. സംഘാടക സമിതി നിലയ്ക്ക് അത് എല്ലാ തരത്തിലും വിജയിപ്പിക്കാൻ എല്ലാ കമ്മിറ്റികളും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്. ഇതൊരു ജനകീയ ഉത്സവമായി മാറുമെന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് കലോത്സവം എത്തുമ്പോൾ അതിന്റെ മേൽനോട്ടക്കാരൻ, മുഖ്യ രക്ഷാധികാരി എന്ന് പറയുന്നത് ശിവൻകുട്ടി മിനിസ്റ്റർ തന്നെയായിരിക്കും. മിനിസ്റ്റർ, എങ്ങനെയാണ് വേറൊരു കാലത്താണ് തിരുവനന്തപുരത്ത് അങ്ങയുടെയൊക്കെ നേതൃത്വത്തിൽ കലോത്സവം നടന്നത്? ഇത് പുതിയ കാലത്ത് വീണ്ടും കലോത്സവം തലസ്ഥാനത്തെത്തുമ്പോൾ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? മനുഷ്യസാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തു വരികയാണ്. 19 കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടുവരികയാണ്. അധ്യാപക സംഘടന, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, MLA-മാർ അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനപങ്കാളിത്തമാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ സാധനങ്ങളിൽ ഇറക്കുന്നത് ചുവട്ടുതൊഴിലാളികളാണ്. യുവജന സംഘടന പ്രതിനിധികളുണ്ട്. അവരെല്ലാം സൗജന്യമായിട്ട് വന്ന് ഇറക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ചുവട്ടുതൊഴിലാളികളോട് കുറേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായവും വിമർശനവും ഉണ്ടല്ലോ. അവർ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. അങ്ങനെ എല്ലാ വേദികളിലും അക്കോമഡേഷൻ സെൻറ്റേഴ്സിലും ഒക്കെ തന്നെ അവിടെ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതെല്ലാം നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഒരു ജനകീയ മേളയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട് അങ്ങനെ തന്നെയായിരുന്നു, കൊല്ലത്ത് അങ്ങനെ തന്നെയായിരുന്നു. തലസ്ഥാന ജില്ലയിലെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഈ 25 വേദികളിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ ചുമതലയാണ്. അപ്പോൾ നല്ല ഓഡിയൻസ്, കാണികൾ ഉണ്ടാവണം. നിങ്ങൾ എല്ലാവരും എല്ലാ വീടുകളിൽ നിന്നും ആൾക്കാർ ഈ കലോത്സവം കാണുന്നതിന് വേണ്ടി എത്തിച്ചേരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ധന്യ, മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ജനകീയ ഉത്സവമായി കലോത്സവത്തെ മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആ നിലയിൽ തന്നെയാണ് അതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതും. കലവറ നിറയ്ക്കൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ജനകീയമായ ഒരു പങ്കാളിത്തം ഉണ്ട് എന്നാണ്. കലവറ നിറയ്ക്കൽ നേതൃത്വം നൽകിയത് തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനാണ്. എങ്ങനെയാണ് നഗരം ഒരുങ്ങിക്കഴിഞ്ഞോ കലോത്സവത്തെ വരവേൽക്കാൻ? നഗരം പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, ഒരു ഫെസ്റ്റിവൽ നഗരമായി നമ്മുടെ നഗരം കുറച്ചു കാലമായിട്ട് തിളങ്ങി നിൽക്കുകയാണ്. അതിൽ കലോത്സവത്തിന്റെ വരവോടുകൂടി എല്ലാം പൂർണ്ണതയിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. നേരത്തെ മിനിസ്റ്റർ 2 മന്ത്രിമാരും സൂചിപ്പിച്ചതുപോലെ എല്ലാതരം ക്രമീകരണങ്ങളും ഇപ്പോൾ നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെയും നഗരസഭയുടെ ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പൂർണ്ണമായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് കലോത്സവത്തിനായുള്ള കാത്തിരിപ്പുള്ളൂ. 4-ാം തീയതി കലോത്സവം ആരംഭിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിക്കും. അതിനു മുമ്പ് എല്ലാത്തരം ഒരുക്കങ്ങളും പൊതുജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് വിശാലമായ ഒരു ജനകീയ ഉത്സവമായി കലോത്സവത്തെ മാറ്റാനുള്ള ഇടപെടൽ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ധന്യ, ശരി ആഷിഖ്.